ഹലോ, നമ്മുടെ അഷ്കർ മലബാർ ഇന്ന് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് എന്നെ കുറിച്ചുള്ള ക്ലാരിഫിക്കേഷൻ വീഡിയോ ആണ് അയാൾ അപ്ലോഡ് ചെയ്തത് എങ്കിലും പടച്ച തമ്പുരാൻ വലിയവൻ, അതിൽ അയാൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അയാൾ ഒരു വിശ്വാസിയാണെന്നും വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് അയാൾ പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഈ ഇസ്ലാമിക വിശ്വാസത്തെ ഞാൻ പഠിച്ചെടുത്തോളം ഒരു സ്ത്രീയെ കുറിച്ച് ഒരു അവിഹിത ആരോപണം ഉന്നയിക്കുമ്പോൾ 4 സാക്ഷികൾ ഉണ്ടാകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ അഷ്കർ മലബാറും അസൂറ വ്ലോഗ് എന്ന് പറയുന്ന 2 വിശ്വാസത്തെ കപട വിശ്വാസമാക്കി കൊണ്ട് നടക്കുന്ന ഈ ജന്മങ്ങൾ, ഈ നപുത്സകങ്ങൾ എന്നെ കുറിച്ച്, എന്റെ സ്നേഹിതനെ ചേർത്ത് അവിഹിത ആരോപണം പബ്ലിക് മീഡിയയിൽ നടത്തിയിട്ടുണ്ട്. കമന്റുകളിലൂടെയും കമ്മ്യൂണിറ്റി പോസ്റ്റുകളിലൂടെയും രസഗുള എന്ന് പറയുന്ന ഒരു ചാനലിലൂടെയും നടത്തിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, എന്റെ മകനെ കുറിച്ച്, എന്റെ മകൻ 1.5 വയസ്സുള്ള എന്റെ മകൻ അവിഹിത സന്തതിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ താൻ പഠിച്ച വിശ്വാസത്തിന്റെ ഏത് പേജിലാണ് ഉള്ളത് എന്ന് താൻ വ്യക്തമാക്കണമോ? അതുപോലെ ഒരു ഭർത്തൃമതിയായ എന്നെ കുറിച്ച് ആരോപിച്ച ആ ഒരു അവിഹിത ആരോപണത്തിൽ താൻ ഈ സമൂഹത്തിൽ നിരത്താൻ പോകുന്ന 4 സാക്ഷികളെ പോട്ടെ, ഒരു സാക്ഷിയെ താൻ ഈ സമൂഹത്തിൽ നിർത്തണം. ഞാൻ രാജേശ്വരി ബീൻ എന്ന് പറയുന്ന എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം, നീ വിശ്വാസിയാണ് എങ്കിൽ, നീ പഠിച്ച വിശ്വാസം സത്യമാണ് എങ്കിൽ നീ ഈ സമൂഹത്തിൽ നീ നിരത്തണം അഷ്കർ മലബാറെ. അതുപോലെ ഒരു രോഗിയെ സന്ദർശിക്കുന്നത് കിദ്മത്താണ് എന്ന് പഠിപ്പിച്ച ഇസ്ലാമിക സമൂഹത്തിൽ നിന്നുകൊണ്ട് രോഗിയായ എന്റെ ഭർത്താവിന് കഴിവില്ല എന്ന് നീ പൊതു മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട്, നിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെ. അതുപോലെ എന്റെ മക്കൾ, എന്റെ ഇത്തിരി ഇല്ലാത്ത മക്കൾ രക്തം തൂറുമെന്ന് നീ പറഞ്ഞിട്ടുണ്ട്. ഇത് നീ പഠിച്ച വിശ്വാസത്തിന്റെ ഏത് പേജിലാണ് ഉള്ളത് എന്നുള്ളതും, നിന്റെ മാതാപിതാക്കൾ നിന്നെ പഠിപ്പിച്ച വിശ്വാസത്തിൽ എവിടെയാണ് ഉള്ളതെന്നും ഈ സമൂഹത്തിൽ നീ പറയണം അഷ്കർ മലബാറെ. നിന്നെ പറയാതെ ഞാൻ വിടില്ല. വിശ്വാസത്തിന്റെ മറവ് പിടിച്ചുകൊണ്ട് നീ ചെയ്ത ചെറ്റത്തരങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ പുറത്തു കൊണ്ടുവരും. നിന്റെ കപട വിശ്വാസവും നിന്റെ കപട മുഖവും ഞാൻ പുറത്തു കൊണ്ടുവന്നിരിക്കും അഷ്കർ മലബാറെ. നീ എന്നെ കുറിച്ച് പറഞ്ഞതും നിരാലംബരായ സ്ത്രീകളുടെ പിന്നാലെ നടന്നവരെ ശല്യം ചെയ്യുന്നതിനെ കുറിച്ചും ഞാൻ പുറത്തു കൊണ്ടുവരും അഷ്കർ മലബാറെ. എന്നെ കുറിച്ച് നീ പറഞ്ഞ അപവാദ കഥ, അതിന്റെ സത്യം നിന്നെ കൊണ്ട് തന്നെ ഞാൻ പുറത്തു കൊണ്ടുവരും അഷ്കർ മലബാറെ. കാരണം ഞാൻ ഒരു സ്ത്രീയാണ്, ഞാൻ ഒരു അമ്മയാണ്, ഞാൻ ഒരു ഭാര്യയാണ്.